ഗാസയിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും നാളുകളായി തുടരുന്ന ചോരക്കളി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയുടെ അതിരൂക്ഷമായ വിമർശനം. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധാന്തരീക്ഷവും സംഘർഷങ്ങളും ലഘൂകരിക്കാനോ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ ഇസ്രയേൽ ഉന്നത നേതൃത്വത്തിന് യാതൊരുവിധ താല്പര്യവുമില്ലെന്ന് യുഎന്നിലെ സ്ഥിരം സമിതി പ്രതിനിധി വാസിലി നെബൻസിയ തുറന്നടിച്ചു. പലസ്തീൻ ജനതയ്ക്ക് മേൽ നിരന്തരം തുടരുന്ന സൈനിക നടപടികളെയും ജനവാസ മേഖലകളിലെ കടന്നുകയറ്റങ്ങളെയും നിശ്ചിതമായി അപലപിച്ച റഷ്യൻ നയതന്ത്രജ്ഞൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇസ്രയേലിന്റെ നിലപാടുകളെ പൂർണ്ണമായും വിചാരണ ചെയ്തു. ഇസ്രയേൽ സൈന്യം ആസൂത്രിതമായി നടപ്പിലാക്കുന്ന സൈനിക റെയ്ഡുകളും തീവ്ര വലതുപക്ഷ കുടിയേറ്റക്കാർ പലസ്തീൻ സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന വ്യാപക അക്രമങ്ങളും അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വാസിലി നെബൻസിയ ഊന്നി പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ അധികൃത കുടിയേറ്റക്കാരുടെ അക്രമ സംഭവങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് ഒഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഘടിത നീക്കത്തിന്റെ ഭാഗമാണ്. പലസ്തീൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അർദ്ധരാത്രികളിലും പുലർച്ചകളിലും നടത്തുന്ന ഇസ്രയേലി സൈനിക പരിശോധനകളും തിരച്ചിലുകളും അവിടെയുള്ള ജനങ്ങളുടെ സാധാരണ ജീവിതം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഗാസയിലെ വംശഹത്യ സമാനമായ അവസ്ഥയും പട്ടിണിയും മരുന്നുകളുടെ ക്ഷാമവും തുടരുമ്പോൾ പോലും സൈനിക നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാകാത്ത ഇസ്രയേൽ നേതൃത്വത്തിന്റെ നിലപാട് മാനവികതയോടുള്ള അപമാനമാണ്. സമാധാന ചർച്ചകൾ ഓരോ തവണ മുന്നോട്ടു പോകുമ്പോഴും പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും ക്യാബിനറ്റും ശ്രമിക്കുന്നത്. അധിനിവിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന കുടിയേറ്റ വ്യാപനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധികളെ പോലും നിസ്സാരമായി കാണുന്നതിന്റെ ഉദാഹരണമാണ്. 2016 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പാസാക്കിയ 2334 പ്രമേയം 1967 ശേഷം ഇസ്രയേൽ നിർമ്മിച്ച മുഴുവൻ കുടിയേറ്റ കേന്ദ്രങ്ങളും നിയമവിരുദ്ധമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആയിരക്കണക്കിന് പുതിയ പാർപ്പിട യൂണിറ്റുകൾ നിർമ്മിക്കാനും കൂടുതൽ ഭൂമി പിടിച്ചെടുക്കാനും ഇസ്രയേൽ സർക്കാർ പച്ചക്കൊടി കാട്ടുന്നത് പശ്ചിമേഷ്യയിലെ എന്നേക്കുമായുള്ള സമാധാന പ്രതീക്ഷകളെ അട്ടിമറിക്കുന്നു. യുദ്ധഭൂമിയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന രീതിയിലുള്ള ഇസ്രയേലിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും നിലപാടുകൾ തീർത്തും പ്രതിഷേധാർഹമാണ്. മാധ്യമ പ്രവർത്തകരും ആംബുലൻസ് പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടും ഒരു വിധത്തിലുള്ള അന്താരാഷ്ട്ര ഉത്തരവാദിത്തവും ഏൽപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല. ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഐക്യരാഷ്ട്രസഭ നിർജീവ കാഴ്ചക്കാരനായി നിൽക്കരുതെന്നും അധിനിവേശ ശക്തിക്കെതിരെ കർശനമായ ഉപരോധങ്ങളും നടപടികളും സ്വീകരിക്കാൻ സമയമായെന്നും റഷ്യൻ പ്രതിനിധി അഭിപ്രായപ്പെട്ടു. സുരക്ഷാ കൗൺസിലിൽ സ്ഥിരമായി ലഭിക്കുന്ന ചില പാശ്ചാത്യ പിന്തുണകളുടെ തണലിലാണ് ഇസ്രയേൽ ഇത്തരം ധാർഷ്ട്യം തുടരുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ നൽകുന്ന തടസ്സമില്ലാത്ത സൈനിക സാമ്പത്തിക സഹായങ്ങളും നയതന്ത്ര സംരക്ഷണവുമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കാൻ ഇസ്രയേലിന് കരുത്തു പകരുന്നത്. പലസ്തീൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പുലർത്തുന്ന ഇരട്ടത്താപ്പിനെയും റഷ്യൻ പ്രതിനിധി അതിരൂക്ഷമായി വിമർശിച്ചു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ വലിയ ശബ്ദമുയർത്തുന്നവർ പലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങൾ ഇസ്രയേൽ ചവിട്ടിമെതിക്കുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ കേവലം പ്രാദേശികമായ ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയൊരു യുദ്ധ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലെബനൻ, സിറിയ, ഇറാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളും സ്വന്തമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടാതെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുലരില്ലെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയെന്നും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തെയും 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ടുള്ള സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാർ പലസ്തീനികളുടെ കാർഷിക തോട്ടങ്ങളും വീടുകളും തീയിട്ട് നശിപ്പിക്കുന്ന സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്.
ഇത്തരം അക്രമങ്ങൾക്ക് ഇസ്രയേലി ഭരണകൂടവും സൈന്യവും പരോക്ഷമായി സംരക്ഷണം നൽകുന്നുവെന്ന ഗുരുതര ആരോപണവും വാസിലി നെബൻസിയ ഉന്നയിച്ചു. ഗാസയിലെ നിലവിലെ അവസ്ഥ മാനവികതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കുടിവെള്ളവും ആഹാരവും പോലുമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ തുണ്ടുഭൂമിയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും നേരെ നടക്കുന്ന ഈ ആക്രമണങ്ങൾ യാതൊരു ന്യായീകരണവുമില്ലാത്ത യുദ്ധക്കുറ്റങ്ങളാണ്. യുഎൻ രക്ഷാസമിതി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് എന്നും ശക്തമായ പ്രമേയങ്ങളിലൂടെ ഇസ്രയേലിന്റെ അധിനിവേശ നീക്കങ്ങളെ തടയണമെന്നും നെബൻസിയ ആവശ്യപ്പെട്ടു. രക്ഷാസമിതിയിലെ വൻ ശക്തി രാജ്യങ്ങൾ തങ്ങളുടെ വീട്ടോ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര നിയമങ്ങളും ജനീവ കൺവെൻഷൻ നിർദ്ദേശങ്ങളും പറ്റാത്ത മനുഷ്യത്വവും മുൻനിർത്തി ഇസ്രയേൽ തങ്ങളുടെ ആക്രമണ നയങ്ങളിൽ നിന്ന് അടിയന്തരമായി പിന്മാറേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഈ സങ്കീർണമായ സാഹചര്യം കൂടുതൽ പ്രവചനാതീതമായ നാശങ്ങളിലേക്ക് വഴിമാറും. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ നിലപാട് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യ നടത്തിയ ഈ രൂക്ഷ വിമർശനം വരും ദിവസങ്ങളിൽ കൂടുതൽ ആഗോള സമ്മർദ്ദങ്ങൾക്ക് ഇസ്രയേലിനെ വിധേയമാക്കും. പലസ്തീൻ വിഷയം കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യാനും അടിയന്തര വെടിനിർത്തലിലേക്ക് എത്തിക്കാനും ഈ നീക്കങ്ങൾ വഴിതെളിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.